എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ കയറിയിട്ടോ ആ എനിമീസിൻ്റെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ കൂട്ടത്തിൽ ഓരോരുത്തരായിട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം സാച്ചിയും അവിടെ മരണപ്പെട്ടുവാണ്. സോ അവനിനി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാത്തിനെയും വാരിപ്പെറുക്കി അടിക്കുകയാണ്. സോ പിന്നെ കാണുന്നത് വേറൊരു സിറ്റിയിലാണ്. സോ അവിടെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേട്ടു ആരൊക്കെയോ ലെവൽ കൂട്ടാൻ വേണ്ടി കൂടുതൽ കഷ്ടപ്പെടുന്നതായിട്ട്. നിനക്ക് എൻ്റെ വല്ല ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോയെന്ന് വേറൊരുത്തൻ ചോദിക്കുകയാണ്. നിക്കോളാസ് എന്ന വ്യക്തിയാണ് ക്രിസ്മസ് ഇവൻറ്റിൻ്റെ മെയിൻ ബോസായിട്ട് വരുന്നത് എന്ന് പറയുകയാണ് അയാൾ. എല്ലാ ഗിൽസിനെയും അയാൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് എണീക്കുകയാണ്. ഇതിലും നീ ഒറ്റയ്ക്ക് തന്നെയാണോ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ കാണുന്നത് കിറിറ്റോനാണ്. അവൻ ചിന്തിക്കുകയാണ് മരിച്ചവരൊന്നും ഇനി ജീവിതത്തിലോട്ട് വരില്ല എന്ന്. സോ അവനവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ സോളെടുത്ത് അതും ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ അവനെ കാണാൻ കുറച്ചും കൂടി അടിപൊളിയായ പോലെ തോന്നുന്നുണ്ട്. സോ അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണുന്നത് കിറിറ്റോ ക്ലെയിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. സോ ഒന്നും നോക്കാതെ ക്ലെയിന് അവിടെ പാൽ തണുത്ത് ചാടുകയാണ്. മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതൊക്കെ എൻ്റെ തെറ്റാണെന്ന്. നിങ്ങളെല്ലാം മരിക്കാൻ കാരണം ഞാനാണെന്ന് ചിന്തിച്ച് അവനവിടെ വിഷമിക്കുകയാണ്. എൻ്റെ ട്രൂ സ്ട്രെങ്ത്ത് സീക്രട്ടായിക്ക് വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. അതൊരു മാപ്പ് നോക്കിയിട്ട് അതിനോട് എന്താ പറയാൻ ശ്രമിച്ചിരുന്നുള്ള കാര്യം ഞാൻ തിരയാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. അതായത് സാച്ചി മരിക്കുന്നതിന് തൊട്ട് മുൻപ് എന്തൊരു കാര്യം അവനോട് പറഞ്ഞിരുന്നു. സോ അവൾ കൊടുത്തിരുന്ന ആ മാപ്പ് വെച്ചവൻ നോക്കി പോവാണ്. ആ സമയത്ത് കുറച്ച് പേരെ കാണാണ്. നിങ്ങളെന്തായാലും ഫോളോ ചെയ്ത് വരികയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണം അതേന്ന്. നീ നിൻ്റെ ലൈഫ് റിസ്ക് ആക്കരുത്, നീ കേൾക്കുന്നെല്ലാം വെറും റൂമറാണെന്ന് പറയാണ്. നിൻ്റെ HP അപ്പോൾ 0 ആവുന്നു, അപ്പം നീ റിയൽ വേൾഡിൽ നിന്ന് മരിച്ചു എന്ന് പറയാണ് ക്ലെയിന്. അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ കുറേ അധികം എനിമീസ്, അതായത് നേരത്തെ അവന്മാർ കിറിറ്റോയും അതുപോലെ അവൻ്റെ ടീംസും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവരെ പോലത്തെ ആളുകൾ അങ്ങോട്ട് കയറി വരികയാണ്. സോ ഇവരെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ ആ ഫൈറ്റിന് റെഡിയാവാണ്. അങ്ങനെ എല്ലാവരും കൂടിയും അവിടെ ഫൈറ്റ് ചെയ്യാണ്. ആ സമയം കൊണ്ട് കയറിയിട്ട് ഒരു പോർട്ടൽ പോയി വേറൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അങ്ങനെ അങ്ങോട്ട് നടന്നു പോയി നേരെ ആ ക്രിസ്മസ് ട്രീൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ആകാശത്ത് നിന്ന് എന്തൊരു സംഭവം താഴ്ത്തുകയാണ്. അതൊരു ബോസ് ആണെന്നുള്ള കാര്യം അവർ മനസ്സിലാവാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ പിന്നെ കാണുന്നത് ക്ലെവനും ടീംസോടെ എല്ലാവരെയും അടിച്ചിട്ടു. അങ്ങനെ കിറിറ്റോ അവിടുന്ന് വരികയാണ്. അതും പോർട്ടൽ വഴി വന്ന് ആ റിവൈവലായിട്ട് എടുത്ത് അവന് കൊടുക്കുകയാണ്. സോ ക്ലെയിന് ഇപ്പോൾ നല്ലപോലെ ഹാപ്പി ആയിരിക്കുകയാണ്. കാരണം അവന് വേണ്ടിയിരുന്നത് ഒരു റിവൈവലായിട്ടായിരുന്നു. കാരണം അവൻ്റെ കൂടെയുള്ള ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ്. സോ കിറിറ്റോ വരാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ. സോ കിറിറ്റോനെ പിടിച്ചു വെച്ചിട്ട് പറയാണ് സോറി അല്ല താങ്ക് യു, നീ ഒരിക്കലും മരിക്കരുത്, നീ ഈ ലോകം അവസാനിക്കുന്നത് കാണുക വേണം, എന്തിനാണ് ഈ ലോകം ക്രിയേറ്റ് ചെയ്തതെന്നും നീ അറിയണമെന്ന് പറയാണ്. സോ അത് അവിടുന്ന് കട്ടായ പിന്നെ കാണുന്നത് കിറിറ്റോൻ്റെ വീട്ടിലെ റൂമിലെത്തുന്നതാണ്. സോ ആ സമയത്ത് അവൻ എന്തോ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുകയാണ്. അത് സാച്ചി എന്നായിരുന്നു. എന്ത് സാച്ചിയോ എന്ന് വിചാരിച്ചു അവൻ എടുക്കുകയാണ്. അത് റെക്കോർഡർ ആയിട്ടായിരുന്നു. സോ അതവൻ ഓപ്പൺ ചെയ്തതും സാച്ചിയുടെ വോയിസ് കേൾക്കുകയാണ്. നിനക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മേരി ക്രിസ്മസ് കിറിറ്റോ എന്ന് പറയാണ്. ഞാൻ ഇപ്പോൾ മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. എന്തുകൊണ്ടും ഞാൻ നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ലപോലെ ഹാപ്പി ആയിരുന്നു. നിൻ്റെ കൂടെ ഒരു നിമിഷം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുള്ളൂ. ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ റെക്കോർഡ് നിനക്ക് എന്തായാലും കേൾക്കാൻ പറ്റും. അതുപോലെ നീ വളരെ പവർഫുള്ളാണ്. നീ എന്തിനാണ് നിൻ്റെ ലെവൽ മറച്ചു വെക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതിൻ്റെ സീക്രട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളാരും ചോദിക്കാത്തതെന്നും അവൾ ആ റെക്കോർഡിൽ പറയുന്നുണ്ട്. സോ ഇതവൾ ആദ്യം, അതായത് പണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചാണ്, അതായത് അവൾ മരിക്കുന്നതിന് മുമ്പ്. സോ ഇത് ക്രിസ്മസിന് അവൻ അയച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നീ ഒരിക്കലും ഈ ലോകത്ത് നിന്ന് മരിച്ചു പോരുത്. എന്നാണ് ഈ ലോകം നശിക്കുന്നത് അന്ന് വരെ നീ ജീവനോടെ വേണം. പിന്നെ എന്തിനാണ് ഈ ലോകം ഉണ്ടാക്കിയതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കണം. നിന്നെക്കൊണ്ട് മാത്രമേ അതിന് പറ്റുള്ളൂ എന്നും അവൾ ആ റെക്കോർഡിൽ പറയാണ്. സോ ഇതൊക്കെ കേട്ട് അവനാകെ സങ്കടം വന്ന് അവിടെ കരയാണ്. സോ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡിന് ഏകദേശം 40 ലൈക്സിലും കംപ്ലീറ്റ് ആവണം. സോ 40 ലൈക്സ് എപ്പോൾ കംപ്ലീറ്റ് ആകുന്നു അപ്പം ഞാൻ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.